ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റാഗി ഇഡലിയും സാമ്പാറും പേയം വാഴയ്ക്ക തോരനും ഉണ്ടാക്കിയാലോ. അതിന് തലേദിവസം രാവിലെ 1 ഗ്ലാസ് റാഗി, 1/2 ഗ്ലാസ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വൈകുന്നേരം ആട്ടി വെച്ച മാവാണ് ഇത്. ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. നമുക്കിത് ഇഡലി പാത്രത്തിൽ ഒഴിച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി, റാഗി ഇഡലി തയ്യാറാവും. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ള റാഗി ഇഡലി തയ്യാറായി. ഇനി നമ്മൾ എപ്പോഴും സാമ്പാർ വയ്ക്കും പോലെ വയ്ക്കുക. അതിലേക്ക് 1 പിടി മുരിങ്ങയില കൂടെ നമുക്ക് ചേർക്കണം കേട്ടോ. ഇത് നല്ല രുചിയുള്ള സാമ്പാറാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. സാധാരണ മുരിങ്ങയില നമ്മൾ തോരൻ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. ഇതിലേക്ക് കടുക് വറുത്തിടുക, മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. നമ്മുടെ റാഗി ഇഡലിയും സാമ്പാറും തയ്യാറായി. അതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ ചട്നിയും അതുപോലെ മുളക് പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമുക്ക് പേയങ്കായയുടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് ഒരു പേയങ്കായ ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുക. ഒരു സവാള കൊത്തിയരിഞ്ഞെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി. പാൻ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ എണ്ണയാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ നമുക്ക് ചേർക്കാം. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് ഇതിലേക്ക് കപ്പലണ്ടി കൂടെ ചേർക്കാം. കപ്പലണ്ടി എത്ര വേണേലും ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കണം. അത് കഴിഞ്ഞ് ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്ന് നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേയൻ വാഴയ്ക്ക ചേർക്കണം. പേയൻ വാഴയ്ക്ക നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരു 2 സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇതിനെ നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ച് സ്ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് നമുക്ക് വേവിച്ചെടുക്കണം. 5 മിനിറ്റ്സ് മതി കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഈ പേയൻ വാഴയ്ക്കയുടെ മെഴുക്ക് പുരട്ടി നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.